ഹാർവസ്റ്റ് ടിവിയുടെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നാം ഇന്ന് വരുന്നത് അറ്റ്ലാന്റയിലുള്ള അറ്റ്ലാന്റ ചർച്ച് ഓഫ് ഗോഡിൻ്റെ സാങ്ച്വറിയിൽ നിന്നാണ്. കഴിഞ്ഞ 25 വർഷക്കാലം ഈ സഭയെ കർത്താവ് അനുഗ്രഹീതമായി വഴി നടത്തി. അതിൻ്റെ ഒരു തിരിഞ്ഞുനോട്ടവും പിന്നീട് ഇനി എങ്ങോട്ട് എന്നുള്ളതിനെക്കുറിച്ചുമുള്ള ചിന്തകളാണ് നിങ്ങളുമായി ഞങ്ങൾക്ക് പങ്കുവയ്ക്കുവാനുള്ളത്. ഏതൊരു ശൈശവാവസ്ഥയും വളരെയധികം സങ്കീർണമാണ്. പലപ്പോഴും ഈ ലോകത്തിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ 2 വയസ്സ് പിന്നിടാറില്ല. പല ബിസിനസ്സുകളെയും സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ്. ക്രൈസ്തവ സഭകളുടെയും തുടക്കം മുതൽ ശൈശവാവസ്ഥയിൽ തന്നെ അന്തരിച്ചു പോകുന്ന ധാരാളം സഭകളുണ്ട്. എന്നാൽ കഴിഞ്ഞ 25 വർഷക്കാലം ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര വലിയതായിരുന്നു എന്നതാണ് ഇനി നാം കേൾക്കുവാൻ പോകുന്നത്. ഈ നേർക്കാഴ്ചയിലേക്ക് ഞങ്ങളുടെ പ്രേക്ഷകരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷം. ഈ സഭയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന, ഈ സഭയുടെ സജീവ പങ്കാളികളായ ചിലരെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. 2023 ഏപ്രിൽ മാസത്തിലാണ് ഈ ദൈവസഭയുടെ ശുശ്രൂഷകനായി ചുമതലയെടുക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കുടുംബമായി കഴിഞ്ഞത്. 1990 മുതൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ആരംഭത്തിൽ നോർത്ത് ഇന്ത്യയിലും, അതിനുശേഷം 2011 മുതൽ അമേരിക്കയിൽ ടെക്സാസിലും സ്റ്റേറ്റിലും, തുടർന്ന് ജോർജിയ സ്റ്റേറ്റിലും കർത്താവിൻ്റെ വേലയിലായിരിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകുന്നു. പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ദൈവം നടത്തിയ വിധങ്ങൾ വളരെ ശ്രേഷ്ഠമാണ്. ദൈവത്തിൻ്റെ വഴികളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഈ ദൈവസഭയുടെ ചുമതലയോടൊപ്പം തന്നെ നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോഴും ചുമൽ വഹിക്കുവാനും കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകുന്നു. അതോർത്തും ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. അറ്റ്ലാന്റ ചർച്ച് ഓഫ് ഗോഡിനെ സംബന്ധിച്ച് ഇത് സിൽവർ ജൂബിലി വർഷമാണ്. 25 വർഷങ്ങൾ ഈ ദൈവസഭ പിന്നിടുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ CV ആൻഡ്രൂസ് അവറുകൾ 1999 ഫ്ലോറിഡയിൽ നിന്ന് ഈ ദേശത്തേക്ക് കടന്നു വരികയും ഒരു ചെറിയ കൂട്ടായ്മ ആരംഭിക്കപ്പെട്ട് അത് അറ്റ്ലാന്റ ചർച്ച് ഓഫ് ഗോഡ് എന്ന പേരിൽ അറിയപ്പെടുവാനിടയായി. 23 പരം വർഷം കർത്താവിൻ്റെ ദാസൻ സ്തുത്യർഹമായ നിലയിൽ ഇവിടെ പ്രവർത്തിക്കുകയും ഈ കാണുന്ന മനോഹരമായ ഒരു ആരാധനാലയം അദ്ദേഹത്തിൻ്റെ പരിശ്രമത്താൽ പണി കഴിപ്പിക്കപ്പെടുകയും ചെയ്യുവാൻ തക്കമിടയായി. അതുമാത്രമല്ല, തൻ്റെ ശുശ്രൂഷാ കാലങ്ങളിൽ സഭ വളർന്നു. അനേക ആത്മാക്കൾ ഇവിടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. വളരെ ശക്തമായ ആത്മീക നേതൃത്വം കാഴ്ചവെച്ച കർത്താവിൻ്റെ ദാസൻ്റെ ഒരു പിന്തുടർച്ചക്കാരനായിട്ടാണ് ഞാൻ ഇവിടേക്ക് ഈ അറ്റ്ലാന്റ പട്ടണത്തിലേക്ക് കടന്നു വന്നത്. മാനുഷികമായ നിലകളിൽ ഈ പട്ടണത്തിലേക്ക് വരിക എന്നുള്ളത് അസാധ്യമായിരുന്നു. എന്നാൽ ദൈവത്താൽ അയക്കപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വരികയും ഈ ദൈവസഭയുടെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. കഴിഞ്ഞ ഒന്നര വർഷത്തിലധികമായി ഈ ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുമ്പോൾ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ സഭ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണുവാൻ കഴിയുന്നത്. അനേക കുടുംബങ്ങൾ ദൈവസഭയിൽ പുതുതായിട്ട് ആരാധനയിൽ വന്ന് സംബന്ധിപ്പാനിടയാകുന്നു. ആത്മീകമായി ദൈവസഭ വളർന്നുകൊണ്ടേയിരിക്കുന്നു. വിവിധ തരത്തിലുള്ളതായ പുതിയ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയിരിക്കുന്നു. ദൈവസഭയുടെ ആത്മീക ആരാധന ജനത്തിന് എന്നും ഒരു വലിയ ഉത്സാഹമായി തന്നെ നിലനിൽക്കുന്നു എന്ന് പറയാതിരിക്കുവാൻ കഴിയത്തില്ല. ഇവിടെ ഞങ്ങൾക്ക് അനുഗ്രഹീതമായ സൺഡേ സ്കൂളുണ്ട്, യൂത്ത് മൂവ്മെൻറ്റുകളുണ്ട്, അതോടൊപ്പം തന്നെ അനുഗ്രഹിക്കപ്പെട്ടതായ വർഷിപ്പ് ടീമുണ്ട്, ലേഡീസ് മിനിസ്ട്രി ഉണ്ട്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, കമ്മ്യൂണിക്കേഷനുണ്ട്, ഇങ്ങനെ വിവിധമായ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ദൈവസഭയെ ഒരു വളർച്ചയുടെ പാതയിലേക്ക് നയിക്കുവാൻ കർത്താവ് ഈ കാലഘട്ടത്തിൽ ഇടവരുത്തുന്നത് കൊണ്ടും ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. ഈ സഭയുടെ ആത്മീയ ദർശനം
മങ്ങുകയില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. കാരണം പാസ്റ്റർ സി വി ആൻഡ്രൂസിൽ നിന്ന് ഈ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്ന ദൈവദാസൻ ഒരു മിഷനറിയാണ്, മിഷൻ മൈൻഡഡ് ആണ് എന്നുള്ളത് നമുക്ക് സന്തോഷം നൽകുന്നതാണ്. കാരണം ദൈവത്തിന് ഒരൊറ്റ പുത്രനേ ഉണ്ടായിരുന്നുള്ളൂ, ഏകജാതനായ പുത്രൻ. അവനെ മിഷനറി ആക്കുവാനാണ് ദൈവം തീരുമാനിച്ചത്. അങ്ങനെയാണെങ്കിൽ മിഷൻ മൈൻഡഡ് ആയിട്ടുള്ള നമ്മൾ എല്ലാവരും നിശ്ചയമായിട്ടും ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരായി തീരുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. നാം മുമ്പേ കേട്ടതുപോലെ ഈ സഭയുടെ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് സേവനമനുഷ്ഠിക്കുന്നത് പാസ്റ്റർ കോളിൻസ് ചാക്കോയാണ്. ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപാണ് ഞങ്ങൾക്ക് ആദ്യമായി കാണുവാനും പരിചയപ്പെടുവാനും ന്യൂയോർക്കിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഇൻലോസിനെ ഞാൻ വിസിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് പരിചയപ്പെടുവാൻ കഴിഞ്ഞു. ഒരിക്കലും ഇങ്ങനെയൊന്ന് കാണാമെന്നോ സംസാരിക്കാമെന്നോ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാമെന്നോ ഒന്നും അന്ന് ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് അതെന്നോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, pretty much he grew up in this church, right? കോളിൻസ് ചാക്കോ ഈ ദൈവദാസനോട് ചേർന്ന് അസോസിയേറ്റ് പാസ്റ്ററായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ, what was your experience? Looking forward, what is your expectation about this church? Just like you told me, I grew up in this church. I came here when I was as a 16-year-old teenager. I just want to say a word about Pastor C.V. Andrews because he was my mentor and my spiritual father. When I started in this church, just a regular attendee, but he promoted or he wanted me to take up the youth positions. I became the youth secretary, and then he was like, no, you need to start leading worship. And I have no idea that I can sing. So he actually forced me into the worship and I became the worship leader. Then he wanted me to pursue the Church of God exhorter ministries. I was not up to the task and he forced me literally to go to the office, get the form, and he signed. And I became I passed the first the level of the Church of God exhorters minister. I became a youth pastor here. And then went through the next programs, the ordained license and the bishop. So I want to thank him for his vision, because without him, I don't think I'll be sitting here as a pastor. Speaking about the Atlanta Church of God, this church gave me everything. This church found the talent and promoted me and gave me all opportunities to explore the spiritual aspects and how to proceed, how to go forth in the Word of God, to teach and to learn. One of my vision about the church, even not as an associate pastor, but also as a missions pastor, is Atlanta Church of God in the coming days to be a mission-based church. To send out agents of local and global transformation. Many people should go out of this church and be and carrying the gospel from this church, ministers of this church. You just mentioned that Pastor C.V. Andrews forced you to come into ministry, come into doing things for the church. Do you have any regrets that he ever... Absolutely not. No regrets. That's because the best I thing. asked that question because many of our young people, not just this church, many churches, the young people don't want to be, handheld, or they don't want to be forced. They just wanted to, to be left alone. On the other hand, somebody saw something in you and forced you to come into ministry. That is why I'm asking that question. What is your word to the young people who are sidelined and say, I just be a spectator. I just come to church, give my tithes, and be faithful. That's about it. What is your message? So I'll tell you this. He knew that I would preach, but since COVID, he asked me to teach Bible study in the prayer line. And that was a turning point in my life. The reason being, I started with the book of Matthew and I started teaching to thousands of people through that medium. And I was able to learn the Word of God like never before. Right.
I've spent hours and hours of researching, going through the whole timelines and the historical aspects of on the Bible. And I can tell you this to all the young people: you don't have to be a full-time minister. I have a secular job. At the same time, I'm also been working or been a part of ministerial in this church. But I hope every young person need to step up, take the mantle, and just go forth with the Word of God. As you heard from Pastor Collins, if you don't have a home church and you are considering, you are praying to find a church, please consider this church, because there is a possibility that you could be able to be elevated to higher positions, not for your own sake, but for the kingdom of God, for the sake of Christ and His gospel. Next, I would like to talk to the youth pastor, who happened to be Pastor Davis, whom I knew for several decades now. He's not that old, but from the very young age, very tender age, I came to know him. He was a powerful minister, organizer, emceed many events, and he abandoned New Yorkers and came to Atlanta. So he is leading the youth here. I have no question that he is going to do a marvelous job doing the ministry among the young people, because he knows the pulse. He knows how to deal with them. Pastor Davis, what is your experience coming to this church? I think you are one of the newest additions to this church. What is your experience? So as I mentioned, just 2 years ago, we decided to move down to Atlanta to be closer to family. And after being in New York pretty much my entire life, as my wife and I and our family, we came down to Atlanta. We were part of only one church prior to coming here for 37 years in one church only. So coming to a new church and finding a new church was a brand new experience for us. We've never done that before. So when we came to Atlanta, we said, we're going to take some time, maybe a couple of months, to go and visit many churches and go and see what their churches are like. And that's what we did. For the first few weeks, we visited American churches, other Indian churches in this area. We attended their services and talked to their individuals. We also came here to Atlanta Church of God without them knowing. We just showed up on a random Sunday. And there was something interesting and different that happened that Sunday in comparison to other places that we went to. And even then, we didn't think we were going to make any sort of decision. We said we'll continue to visit other churches. And we did. We went on and saw a few churches. But one thing that happened at that time was that Pastor C.V. Andrews, as well as at that time I didn't know that Pastor Ebby Mammon was going to be stepping into that role, but Pastor Ebby also reached out to me and said, would you consider serving the youth of the church? And after being in youth ministry at our old church for many years, I really wanted to just take a break. Didn't think this was the right step to take right now. I was like, I'll just hang out for a little bit. But my wife and I, we prayed about it, and we heard a message. A pastor spoke that was speaking directly to this. And ironically, in August of 2021, when we told our pastor in New York that we were going to be moving, one of the things he said, not knowing anything about this church, he said, Davis, just know that there is possibly a pastor waiting for a couple like you and Linda to move down to Atlanta and to serve the church. And whenever that opportunity arises, make sure you take it. And when he said that to me in August of 21, I didn't even know what church we were going to go to. So fast forward a year later, we saw that as a confirmation. And being in this church, so far, we've seen the opportunity to come and serve the church, serve the youth of this church, and really connect them to build a deeper and stronger relationship with Christ. You said you were exploring different congregations to join. One quick question, anybody recommended the Atlanta Church of God?
Yes. Ironically, when we were in New York and when we said we were going to move, someone actually came to me the very first day, the second we announced in our old church. They said, "You should move to Atlanta Church of God." In fact, it was this individual's cousin who goes to our church in New York, Shaji Uncle. He said, "You should go to Atlanta Church of God." And I said, "Shaji Uncle, I don't even know where we're going to be living. I don't even know Atlanta Church of God." He said, "Don't worry, I'll connect you to Pastor C.V. Andrews." And I said, "Uncle, don't do that. Let me move there. Let me find out a few things." And he encouraged and planted a seed then, but I was not thinking about it in any way. Also, you've been dealing with several churches in New York, not just the church you were part of. Like without any denominational barriers, you've been to IPC, Church of God, Assemblies of God, and all independent churches. Comparing to those congregations, what is your feeling being here in this church? Sure. Having been at an independent church for my entire life and stepping into the Church of God world, it was a new learning experience to sort of learn how the church functions and how the broader body of Christ, the Church of God organization operates. And so far, it's been tremendous to see how the structure is built, but even to know that there is certain ways that things should be done. And I've been privileged to step into the exhorter position and go through that learning process, and looking forward to continue to grow within Church of God. Thank you, Pastor Davis. ഈ സഭയിൽ അനുഗ്രഹീതമായ പുരുഷന്മാരുടെ ഒരു ശുശ്രൂഷയുണ്ട്. അതിന് നേതൃത്വം നൽകുന്നത് ബ്രദർ സുനിൽ സേവ്യറാണ്. നമുക്കറിയാവുന്നതുപോലെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ജെൻഡർ ഐഡൻറ്റിറ്റിയാണ്. ആണാണോ പെണ്ണാണോ എന്നറിയത്തില്ല, പിന്നെ എന്തൊക്കെയുണ്ടെന്നും അറിയത്തില്ല. ABCD മുഴുവൻ തീരാറായെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ശക്തന്മാരായ ദൈവദാസന്മാരെ വാർത്തെടുക്കുന്ന ഒരു ശുശ്രൂഷയാണ് മെൻസ് മിനിസ്ട്രി. താങ്കളുടെ ഈ സഭയിലെ ശുശ്രൂഷകളെ കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞാൻ വളരെ യാദൃശ്ചികമായിട്ടാണ് ഇങ്ങനെയൊരു ഉത്തരവാദിത്തത്തിലേക്ക് കടന്നു വന്നത്. ഇങ്ങനെ കടന്നു വന്നപ്പോൾ ഞങ്ങൾ സഹോദരന്മാരെല്ലാം കൂടെ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും എന്താണ് അതിൻ്റെ ഒരു പർപ്പസ് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ചിന്തിച്ചത്, വളരെ തിരക്കേറിയ ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് നമ്മുടെ സഭയിൽ തന്നെയാണെങ്കിലും ധാരാളം ബൈബിൾ സ്റ്റഡീസ് ഉണ്ട്, പ്രാർത്ഥനാ കൂട്ടായ്മകളുണ്ട്. പക്ഷേ നല്ലൊരു ഫെലോഷിപ്പിൻ്റെ ടൈം ഞങ്ങൾക്ക് പലപ്പോഴും കിട്ടാറുണ്ടായിരുന്നില്ല, കാരണം എല്ലാവർക്കും തിരക്കായിരുന്നുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫെലോഷിപ്പ് ടൈം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ശരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവർക്കും ഒരുമിച്ച് കൂടുവാനും കുറച്ച് സമയങ്ങൾ ഫ്രീ ആയിട്ട്, ഒട്ടും വളരെ ഇൻഫോർമലായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ ഒന്ന് സ്പെൻഡ് ചെയ്യാനും പരസ്പരം ഒന്ന് എൻകറേജ് ചെയ്യാനും പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് പ്രാർത്ഥന സപ്പോർട്ട് ചെയ്യുവാനും അങ്ങനെ ഒരു കൂട്ടായ്മ, അത് ആ ഒരു കാഴ്ചപ്പാടിൽ തുടങ്ങി. കുറേ മാസങ്ങൾ, കുറേ തവണകൾ വീടുകളിൽ ഞങ്ങൾ അങ്ങനെ കുറച്ച് നല്ല സമയങ്ങൾ ചെലവഴിച്ചു. അത് ഏറ്റവും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ സഹോദരിമാർക്ക് വലിയ പങ്കുണ്ടായിരുന്നു. ശിഷ്യന്മാരെല്ലാവരും, പുരുഷന്മാരെല്ലാവരും കർത്താവിനെ കൈവിട്ടപ്പോഴും അവൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് ചെല്ലുവാൻ സഹോദരിമാരായിരുന്നു ഉണ്ടായിരുന്നത്. യേശുവിൻ്റെ കല്ലറയ്ക്കൽ ഞായറാഴ്ച രാവിലെ പോകുവാൻ ശിഷ്യന്മാരാരും തയ്യാറായില്ല, 11 പേരും തയ്യാറായില്ല. പക്ഷേ ചില സഹോദരിമാർ യേശുവിനെ അന്വേഷിച്ച്, യേശുവിൻ്റെ ജഡം അന്വേഷിച്ചാണ് പോയത്. അവർ കണ്ടെത്തിയത് മരിച്ച യേശുവിനെ അല്ല, പുനരുത്ഥാനം പ്രാപിച്ച യേശുവിനെയാണ്. അതുകൊണ്ട് തന്നെ സഹോദരിമാരുടെ ശുശ്രൂഷ വളരെ വിലപ്പെട്ടതാണ്. പല സഭകളും ഇങ്ങനെയുള്ള ശുശ്രൂഷകളെ അധികം പ്രോത്സാഹിപ്പിക്കാറില്ല. അതിനുള്ള കാരണങ്ങളും നമുക്കറിയാം. സഹോദരിമാരുടെ ഇടയിലുള്ള ചില സ്വഭാവ വിശേഷങ്ങളായിരിക്കാം അതിന് കാരണം. പക്ഷേ പരിശുദ്ധാത്മ നിയന്ത്രിതമായ ദൈവവചന അടിസ്ഥാനത്തിലുള്ള ശുശ്രൂഷ
സഹോദരിമാരുടെ ഇടയിൽ വളരെ അത്യാവശ്യമാണ്. ഞാൻ ഓർക്കുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടു വന്നത് ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ നിന്നാണ്. ഞങ്ങളുടെ അടുത്തുള്ള ഭവനങ്ങളിൽ വിഭാഗ വ്യത്യാസമില്ലാതെ ഞങ്ങളുടെ അടുത്തുള്ള സഭകളിലുള്ള സഹോദരിമാരാണ് വന്ന് സുവിശേഷം പങ്കിട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള പല വീടുകളും ഇന്ന് പെന്തക്കോസ്ത് അനുഭവത്തിലാണ് എന്നുള്ളത് സന്തോഷത്തോടെ നിങ്ങളുമായി പങ്കുവെക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സഭയുടെ അനുഗ്രഹീതമായ നിലനിൽപ്പിന് സഹോദരിമാരുടെ പങ്ക് വളരെ വിലപ്പെട്ടതാണ്, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന മാതാക്കളുടെ. സിസ്റ്റർ ലിറ്റി, ഈ നിങ്ങളുടെ സഭയിലുള്ള അറ്റ്ലാന്റ ചർച്ച് ഓഫ് ഗോഡിലുള്ള സഹോദരിമാരുടെ ഇടയിലുള്ള ആത്മീയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തുമോ? ഒരു വർഷമായിട്ട് കർത്താവിൻ്റെ വേലയിൽ ഇവിടെ നന്നായി ശോഭിക്കുവാൻ കർത്താവ് സഹായിക്കുന്നു. ഞങ്ങളുടെ ലേഡീസ് മിനിസ്ട്രി വളരെ നല്ല അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കുവാൻ കർത്താവ് ഒരു വർഷക്കാലം ആയി സഹായിക്കുന്നു. അനേക മീറ്റിങ്ങുകൾ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ദേവതാവാസിമാരെ വിളിച്ച് കോൺഫറൻസുകൾ, അല്ലെങ്കിൽ ബൈബിൾ ക്ലാസ്സുകളെല്ലാം എടുക്കുവാൻ തക്കവണ്ണം, ഉദാഹരണത്തിന് ഡോക്ടർ ജെപ്സിൻ മാലിയിൽ, ഷീബ ചെറിയാൻ എന്നുള്ള ദേവദാസിമാരെ വിളിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുവാൻ ഞങ്ങളുടെ സഹോദരിമാരെ ആത്മീയമായി വളരെ അനുഗ്രഹമായി വളരുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് സഹായിക്കുന്നു. ഞങ്ങളുടെ സഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, സഹോദരിമാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾ കഴിഞ്ഞ വർഷം 3 കെയറാണ് അതിനു വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്തത്. 3 കെയർസ്. അതിനകത്ത് അഡൾട്ട് കെയറുണ്ട്, ചൈൽഡ് കെയറുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹെൽപ്പിംഗ് കെയറാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രെയർ കെയർ, അതാണ് ഞങ്ങൾ വളരെ ഇതായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഞങ്ങൾ അതിന് വളരെ കാര്യമായി നടക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന സപ്പോർട്ടുണ്ട്. സ്കൂൾ തുറക്കുന്ന സമയങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ സ്കൂളിൽ വിടുന്നു. ചെയിൻ പ്രെയറായി ഞങ്ങൾ ദിവസങ്ങളോളം പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. പിന്നെ ആരെങ്കിലും സഭയിൽ സിക്കായാൽ അവർക്ക് വേണ്ടി ഞങ്ങൾ അവർ സൗഖ്യമാകുന്നവരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ ദേവദാസന്മാർ മിഷന് വേണ്ടി പോവുകയാണെങ്കിൽ ഞങ്ങൾ അതിനു വേണ്ടി അവർ തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾ ചെയിൻ പ്രെയറായിട്ടത് പ്രെയർ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഞങ്ങളുടെ സഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഇത്രത്തോളം കർത്താവ് സഹായിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ദേവദാസനോട് ചേർന്ന് നിന്ന് ദൈവസഭയുടെ മിഷനും സപ്പോർട്ടായി ഞങ്ങൾ പ്രവർത്തിക്കുവാൻ സഹോദരിമാർ എപ്പോഴും ഉത്സാഹരാണ്. ഞങ്ങൾ ദേവദാസനോട് ചേർന്ന് നിന്ന് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാനായിട്ട്, കമ്മ്യൂണിറ്റിയെ സെർവ് ചെയ്യാനായിട്ടും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ മിഷൻ. താങ്ക് യു. നിങ്ങൾ അറ്റ്ലാന്റ ഏരിയയിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആത്മീകമായി പ്രയോജനപ്പെടണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവ കാര്യങ്ങളിൽ കുറെ കൂടെ നിങ്ങൾക്ക് പ്രയോജനപ്പെടണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും സിസ്റ്റർ ലിറ്റി മാമിനെ കോണ്ടാക്റ്റ് ചെയ്യുകയും അവരുടെ ശുശ്രൂഷകളിൽ പങ്കാളികളാകുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് നിശ്ചയമായിട്ടും അനുഗ്രഹമായിരിക്കും. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു മീറ്റ് അനദർ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ in the ministry here in the Atlanta Church of God, Sister Joanna Andrews. As her last name says, she is the granddaughter of Pastor C.V. Andrews. So it's the 3rd generation ministry that she is doing. As we can see in the Bible, the biggest book of the Bible is praise and worship, the Psalms. So it is always important throughout the Bible. We can see that worship is a very integral part of the church and its ministry. As a leader in a worship, especially the English worship, what is your experience? Especially, I believe much of your time was growing up in this church itself. I know your dad for a while. What is your experience before? So like you said, I've grown up in this church for most of my life. And I think when
especially when you grow up in America, there's a idea that a lot of kids grow up in the Malayali church and sometimes they want to leave and go to other churches. And I definitely did struggle with that thought when I was younger, but seeing the way the church has grown me personally. What inspired you to think about leaving your church and going to a different congregation? Well, I think one of the most beautiful things about the Malayali church, and especially in this church, is how close the community is. And so we all become like a family, but with every family, there is conflict, right? So I grew up seeing that, but I think the Lord really shifted my mind in understanding that that's such a normal part of the church, and it's such a beautiful thing to see the church overcome that kind of conflict. And so I think it's a thought process that a lot of people have. But I really think seeing the way that the church has overcome conflict, seeing the way that all of the leadership in the church has served as such good role models for me personally and for a lot of the youth, I think that really changed my perspective. What is the advantage of staying in a Malayali church? Even in this church, so many of the youth are so involved in a lot of the activities. And in being involved, you realize how close the community is. And once you become involved, like Colin's pastor was saying, you start developing a lot of personal skills. For example, we had a lot of kids compete in talent competitions, and that develops things such as being able to speak in public or being able to sing. And those are life skills that are really important even in the outside world. So I think it's important to consider spiritually what you can get from a church, but also the ways that you can develop your skills both in the church and in the outside world. Many of our young people have an utopian thinking that church should be perfect. But when we study the Word of God, we can see that conflict was all over, even in the first century church. Even when the apostles, the Jesus' own apostles were ministering and leading the church, there was conflicts. So even if there is a conflict, that doesn't mean that you run away from, rather run together, come together so that we can overcome. Is what you are saying? When you're having a conflict with someone, it's not really you versus another person, it's you both versus the problem. And I think in knowing that the church is the body of Christ and the importance of being unified, it's that we have to work together to overcome that problem and not necessarily argue with one another. So I think that is an important part of the church. Thank you, Joanne, for the insights. I think it is going to touch many young people and reconsider whether they are trying to leave the church, not just this congregation, all the congregations, wherever our viewers are, they are going to reconsider their decisions based on your own experience. ഞാൻ രക്ഷിക്കപ്പെട്ടത് ഒരു പെന്തക്കോസ്ത് സൺഡേ സ്കൂളിലാണ്. എൻ്റെ മാതാപിതാക്കന്മാരെ അനേക നാളുകൾ പ്രാർത്ഥിച്ചാണ് അവർക്കൊരു മകനെ ലഭിച്ചത്. ഞാൻ വഴിതെറ്റിപ്പോകരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ അമ്മ എന്നെ ഒരു പെന്തക്കോസ്ത് സൺഡേ സ്കൂളിൽ ആണ് അയച്ചിരുന്നത്. 8ാമത്തെ വയസ്സിൽ ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം എനിക്ക് കൃപ നൽകി. ലോകമെമ്പാടും സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾ വളരെ മനുഷ്യനെ മാറ്റിമറിക്കുന്നതാണ്. ചെറിയ പ്രായത്തിൽ തന്നെ തിരുവചനം അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ അവരൊരിക്കലും മാറുകയില്ലെന്ന് തിരുവചനം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരുവൻ ബാലനായിരിക്കുമ്പോൾ അവനെ നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിച്ചാൽ വൃദ്ധനായാലും അവനത് വിട്ടുമാറുകയില്ല എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. അടുത്തതായിട്ട് ഈ സഭയുടെ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നാം അറിയുവാൻ പോകുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് ബ്രദർ ജോസ്ലിൻ സ്കറിയ. Would you please explain to the viewers what are you doing? What is your vision about the Sunday school ministry? Sunday school has been part of this church from the beginning. That was a very important part of our church here. But since last 2 years, we have put more stress on the curriculum for the children. We have 10 classes that we have for children aged from 2 to 18. And then we also have the young adults and the English and the Malayalam Bible study. But for the students between 2 to 18, we are following a positive action curriculum that we follow. It's a
textbook-based curriculum that we follow, which is rooted in Christ, and we stress on making sure that every children in the 1 year they go through 33 lessons that they have to study every week, and by the end of the year they would be well versed in the Bible verses and the lessons from the Bible. That is our main focus, and also along with that we are ensuring that the children their talents are coming out. Like we heard from Joanna, like we heard from Colin's pastor, we are making sure that all of their talents are brought out. Every week we have programs nurturing them in their talents, and by the end of the year we have exams where we assess the children, and by make sure that they have learned the lessons, and over the course of years we get out children like Joanna and Pastor Collins here. The curriculum you mentioned, is it something that you developed, or it is something that you follow? So this is, right now we are following a curriculum that is developed for us. It is available in the US. It's called the Positive Action. But we are building our own curriculum from that. We have a church Sunday school Christian Education Board that we are establishing. We are reviewing the material from each of the classes, and we are building age-appropriate curriculum for the children to follow in the coming years. God willing, in the next 2 years, we will have our own curriculum that we will follow for the church and can be used for other churches as well. I asked that question because a few minutes ago, before we started our program, I had a chat with your pastor, and he said you are developing a curriculum of your own. So that is something unique. That is something that should be congratulated about, because what I found out that many of these American curriculum, I have nothing against it, very peripheral, nothing deep. So by the time they graduate from Sunday school, they have no clue what they learned. So are you planning to change that direction? That is so true, because we have that experience for over several years. We have tried several different curriculums from respective of denominations. We have tried curriculums from all different churches. What we have found is so true to what you've said, where the children can get something from the book, but that doesn't stay with them. So what we have done in the last year is we have entrusted 12 teachers from our church to go through the curriculum that they are following right now and prepare notes and prepare summaries that can be used in the coming year. And we have our own church Christian Education Board that is going to review that material and make it age appropriate and something that any Pentecostal churches can follow, with the goal that the children, when they study it over the year, it will nurture their Christian beliefs and make them closer to God. Pastor, are you surprised that all these people are sharing all these things? I'm going to give you the mic back, and would you please help us to understand what they are saying? തീർച്ചയായിട്ടും ഞാൻ ഈ പട്ടണത്തിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു വരുമ്പോൾ കർത്താവ് എനിക്ക് വ്യക്തമായ ദർശനം തന്നാണ് ഇവിടേക്ക് അയക്കുവാനിടയായി തീർന്നത്. അതിലൊന്നാണ് ഈ കേൾക്കപ്പെട്ടതായ സൺഡേ സ്കൂളിനെ കുറിച്ചുള്ളത്. മറ്റൊന്ന് ദൈവസഭയുടെ മിഷനാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാനിവിടെ വന്ന് ദേവദാസന്മാരും സഹോദരന്മാരുമായി പങ്കുവയ്ക്കുമ്പോൾ അവരിൽ നിന്ന് ലഭിച്ച വലിയ പ്രോത്സാഹനമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ദൈവസഭയെ നയിക്കുവാൻ ഇടയായിക്കൊണ്ടിരിക്കുന്നത്. കേൾക്കപ്പെട്ടതുപോലെ സൺഡേ സ്കൂളിനെ കുറിച്ച് പറയുമ്പം അത് എൻ്റെ ഹൃദയത്തിനകത്ത് വർഷങ്ങളായിട്ടുള്ളൊരു ബേർഡൻ തന്നെയാണ്. കാരണം എനിക്കറിയാം, അമേരിക്കയിൽ വളരുന്ന കുഞ്ഞുങ്ങൾ പലപ്പോഴും അവരുടെ ആത്മീയ ജീവിതത്തിൽ അവർക്ക് ലഭിക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ സെക്കുലർ ഫീൽഡ് ആയിരിക്കുന്നിടത്ത് അവർക്ക് സ്കൂൾ ജീവിതത്തിൽ ലഭിക്കുന്നു. മാതാപിതാക്കളുമായിട്ടുള്ള ലഭിക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ അവർ ലോകത്തിൽ സമയം ചെലവഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കളിൽ നിന്നും വിട്ട് കോളേജിലേക്ക് പോകുമ്പോൾ ദൈവകൃപയിൽ നിന്ന് അന്യമായി പോകുന്ന ഒരു കാഴ്ച കാണുകയും അത് വളരെ വേദനിപ്പിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് വന്ന ഒരു ചിന്തയായിരുന്നു, ഏതൊരു സഭയിലും നല്ല ഒരു സൺഡേ സ്കൂൾ ഉണ്ടെങ്കിൽ, വചനം പ്രോപ്പറായ രീതിയിൽ അവിടെ പഠിക്കപ്പെടുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ നിശ്ചയമായിട്ടും ആ വചനത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആ ആശയം പങ്കുവയ്ക്കുമ്പോൾ അത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം,
പ്രത്യേകിച്ച് നമ്മളുടെ സൺഡേ സ്കൂളുകളെ സംബന്ധിച്ച് സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് അവർക്ക് അനിവാര്യമായിരിക്കുന്നത് ട്രെയിനിങ് ആണ് എന്ന് മനസ്സിലാക്കി ഞാൻ ഇരുന്ന എല്ലാ സഭകളിലും സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ക്രമീകരിക്കുകയുണ്ടായി. ഇവിടെയും അത് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. വളരെ സക്സസ് ആയിരുന്നു. അധ്യാപകർക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ സെമിനാർ സംഘടിപ്പിക്കുകയും അതൊരു വർക്ക്ഷോപ്പായി അത് അവർ വളരെ പ്രയോജനകരമായി തീരുവാനും കർത്താവ് സഹായിച്ചു. അതിൻ്റെ അനന്തരഫലമായിട്ടാണ് കരിക്കുലം അത് ഇപ്പോൾ ഞങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്യുക. ഞങ്ങളുടെ അങ്ങനെ പറയുമ്പോൾ ഈ അമേരിക്കയിൽ വളരുന്ന മലയാളി ഇന്ത്യൻ കമ്മ്യൂണിറ്റി കുഞ്ഞുങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് കൂടുതലായിട്ട് അവരെ അതിൽ ദൈവവചനത്തിൽ നിലനിർത്തുക എന്ന ഉദ്ദേശത്തിൽ സ്വന്തമായ ഒരു കരിക്കുലം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം ഒരു പകുതി വഴിയിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അടുത്ത 1 വർഷം 1.5 വർഷത്തിനകത്ത് അത് പൂർണ്ണമായും പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഞങ്ങൾ മിഷൻസിന് കൊടുക്കുന്ന പ്രാധാന്യവും. കാരണം ബൈബിൾ പഠിക്കുന്ന ഏതൊരു വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ കഴിയും, മിഷൻ ഓറിയൻറ്റഡ് ആയിരിക്കുന്ന ഒരു സഭ വളരുവാൻ തക്കവണ്ണമിടയായിത്തീരും. ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് പറയുവാൻ കഴിയും, എന്നോടൊപ്പം ശുശ്രൂഷയ്ക്കാൻ ലഭിച്ച 2 ദൈവദാസന്മാർ, ഇവിടെ ഞങ്ങൾക്ക് അനേക ദൈവദാസന്മാരുണ്ട്, അതിൽ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് ലഭിച്ച കർത്താവിൻ്റെ ദാസൻ കോളിൻസ് ചാക്കോയും യൂത്ത് പാസ്റ്ററായി കർത്താവ് നൽകിയിരിക്കുന്ന പാസ്റ്റർ ഡേവിസ് എബ്രഹാമും, ഇവർ ഇരുവരും എൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് നിന്ന് ബൈബിളിലെ ഒരു ഭാഗം കടമെടുത്ത് പറഞ്ഞാൽ മോശയുടെ കരം ഉയർത്തിപ്പിടിച്ച് നിന്നിരുന്ന അഹരോനെയും ഹൂരനെയും പോലെ എൻ്റെ കൂടെ നിന്ന് അവർ എല്ലാ പ്രവർത്തനങ്ങളിലും സപ്പോർട്ട് നൽകുന്നു. അതുമാത്രമല്ല, വളരെ ആത്മീക ലോകത്തിലെ ശുശ്രൂഷയിലും 55-ൽ പരം വർഷങ്ങളിലെ പരിചയമുള്ള കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സി വി ആൻഡ്രൂസ്, അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ടതായ ഉപദേശങ്ങൾ, ഇതെല്ലാം ആകുമ്പോൾ ദൈവസഭയെ പരിപാലിപ്പാൻ അല്ലെങ്കിൽ ദൈവസഭയെ നല്ല രീതിയിൽ മുൻപോട്ട് നയിക്കാൻ കർത്താവ് സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഒരു കൂട്ടം അനുഗ്രഹീതരായ ദൈവദാസന്മാർ, ദാസിമാർ, എൻ്റെ ഇടത്തും വലത്തും ഒക്കെ കാണുന്നതായ ഈ ദൈവദാസി ദാസന്മാരുടെ ശക്തമായിരിക്കുന്ന പിന്തുണയാണ് ഇതിനൊക്കെ കാരണമായി തീരുന്നത്. അതുകൊണ്ട് അവരും ഇതിന് അഭിനന്ദനാർഹമാണ് എന്ന് പറയാതിരിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഈ ജോർജിയ സംസ്ഥാനത്തിലെ അറ്റ്ലാന്റ പട്ടണത്തിൽ പാർക്കുന്ന ഏതൊരു വ്യക്തിക്കും, അതല്ല എവിടെ നിന്നെങ്കിലും മൂവ് ചെയ്ത് ഈ പട്ടണത്തിലേക്ക് വരുന്ന ഏതൊരു വ്യക്തിക്കും വന്ന് സംബന്ധിച്ച് അനുഗ്രഹിക്കപ്പെടുവാനും ആത്മീകമായി വളരുവാനും സാധിക്കുന്ന ഒരു ദൈവസഭയാണ് അറ്റ്ലാന്റ ചർച്ച് ഓഫ് ഗോഡ്. അതിന് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഏകദേശം 250ഓളം വ്യക്തികൾ ഈ ആരാധനയിൽ ഇവിടെ സംബന്ധിക്കുന്നുണ്ട്. അനുഗ്രഹീതമായ നിലയിൽ അത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. ഇത് സോഷ്യൽ മീഡിയയുടെ യുഗമാണ്. മനുഷ്യൻ ഫോണിലും ഐപാഡിലുമൊക്കെയാണ് ജീവിതം. കുടുംബജീവിതത്തിലൊക്കെ വളരെ കുറച്ച് സമയമേ മനുഷ്യനിപ്പോൾ ചെലവഴിക്കുന്നുള്ളൂ എന്നാണ് പുതിയ കണ്ടെത്തലുകൾ. അതുകൊണ്ട് തന്നെ ഈ പുതിയ സാധ്യതകൾ, പുതിയ മേഖലകൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഈ സഭയിൽ ആ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് ബെഞ്ചിൻ തോമസ് ആണ്. താങ്ക് യു ഫോർ സ്റ്റെപ്പിംഗ് ഇൻ ആൻഡ് ഡൂയിങ് ദിസ് ഡിഫിക്കൽട്ട് ടാസ്ക്. വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് in this church as the person who is in charge of the media ministry? ഇതിനെപ്പറ്റി പറയുമ്പോൾ നമുക്ക് കോവിഡിൻ്റെ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകണം. കോവിഡിൻ്റെ സമയത്ത് പാസ്റ്റർ സി വി ആൻഡ്രൂസ് എന്നോട് പറഞ്ഞു, നമ്മൾക്ക് എല്ലാവരും അറിയുന്ന പോലെ തന്നെ ഒരു ക്വാറൻറ്റൈൻ ഷട്ട് ഡൗൺ ആയിരുന്നല്ലോ, റൈറ്റ്? നമുക്ക് പുറത്തോട്ട് പോകാനോ ആൾക്കാരെ സമീപിക്കാനോ ഒന്നും കഴിയാതിരുന്ന കാലഘട്ടത്തിൽ പാസ്റ്റർ സി വി ആൻഡ്രൂസ് പറഞ്ഞു, നമുക്ക് എങ്ങനെ ആൾക്കാരിൽ നമ്മളുടെ സർവീസ് എത്തിക്കാം. അതിൻ്റെ തുടക്കമെന്ന രീതിയിൽ നമ്മൾ ആദ്യമായി ഫേസ്ബുക്കിൽ നമ്മളുടെ സർവീസ് ലൈവ് സ്ട്രീം ചെയ്യാൻ ഇടയായി. അത് വ്യക്തിജീവിതങ്ങൾക്കും മറ്റുള്ള ആരാധനയ്ക്ക് പോകാൻ കഴിയാത്തവർക്കും ഒരു അനുഗ്രഹമായത് കണ്ടപ്പോൾ അവിടെ മുതൽ ഫേസ്ബുക്കിലുള്ള ഒരു ആൾക്കാരുടെ റീച്ചും ആൾക്കാർ അവരുടെ ഫോണിൽ അത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതിനാൽ അതൊരു നല്ല ഏരിയ ആണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ അതിനെ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇൻ ദ സെൻസ് ലൈക്ക് പിന്നീട് മുന്നോട്ട് പോകും തോറും നിങ്ങൾ അറിയുന്ന പോലെ തന്നെ പാസ്റ്റർ അതൊരു ബൈബിൾ
പ്രെയർ ലൈൻ സ്റ്റാർട്ട് ചെയ്യാനിടയായി. അതും നമ്മൾ ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ലൈവ് സ്ട്രീം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് ദൈവരാജ്യം എത്ര പെട്ടെന്ന്, അല്ലെങ്കിൽ ദൈവവചനം എത്ര പെട്ടെന്ന് എത്തിക്കുവാൻ അതുമൂലം സഹായിച്ചു. അതിന് എൻ്റെ കൂടെ സഹകരിച്ച അനേകം യൂത്ത്സ് ഉണ്ട്, ഫ്രം ടീനേജേഴ്സ് മുതൽ അഡൾട്ട്സ്, യങ് അഡൾട്ട്സ്, എവ്രി വൺ അവരെല്ലാവരും കൂടെ സഹകരിച്ച് നമുക്കൊരു നല്ലൊരു മീഡിയ ടീം അതിൽ പ്രവർത്തിക്കുന്നു. ഇപ്പം ഇപ്പം തന്നെ എല്ലാ സൺഡേയിലും നമ്മളുടെ സർവീസ് ലൈവ് സ്ട്രീമാണ്. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാവർക്കും അത് ആക്സസിബിളുമായിരിക്കുന്നു. നിശ്ചയമായിട്ടും അതൊരു അനുഗ്രഹീതമായ ചിന്തയാണ്. കാരണം ഫിസിക്കൽ ലൊക്കേഷന് അതിൻ്റെ പരിമിതികളുണ്ട്. പക്ഷേ ഇത് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷകൾ അവരുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ കഴിയുമെന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. സോ കൺഗ്രാജുലേഷൻസ് ഫോർ ഡൂയിങ് സോ. കർത്താവിൻ്റെ ദാസൻ വളരെ അനുഗ്രഹീതമായ ദൈവവചന പഠനങ്ങളാണ് ലോകത്തിന് നൽകുന്നത്, മലയാളി സമൂഹത്തിന് നൽകുന്നതെന്നോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സഭയുടെ സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഫിൽ ജി മാത്യു ആണ്. നമുക്കറിയാവുന്നതുപോലെ സാമ്പത്തിക സ്രോതസ്സുകളില്ലാതെ ഒരിക്കലും ഒരു സഭാപ്രവർത്തനവും നടക്കത്തില്ല. കർത്താവിൻ്റെ ഓപ്പറേഷൻസ് ശ്രദ്ധിച്ചാൽ അറിയാം. 12 പേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും സിസ്റ്റർ ലിറ്റി? അവർ 12 പേരല്ല, കുറേ ഏറെ പേര് ഒരു വീട്ടിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഈ കൊടുക്കാൻ കഴിയുന്ന കുറേ പേര് കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ ശുശ്രൂഷ ഭംഗിയായിട്ട് തീർന്നത്. അപ്പം നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത് പാസ്റ്റർക്ക് വല്ലപ്പോഴും ഒരു ശാപ്പാടൊക്കെ മേടിച്ചു കൊടുത്താൽ മതി എന്നൊക്കെയാണ്. എന്നാൽ കർത്താവിൻ്റെ കാലത്ത് അങ്ങനെയല്ലായിരുന്നു. ഇവരെല്ലാവരും കൂടെ അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീട്ടിൽ വഴക്കുണ്ടായ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. മാർത്തയും മറിയയും കൂടെ, ഒരാൾ അടുക്കളയിൽ ഭയങ്കര പരിപാടി, മറ്റേ ആൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നു, കർത്താവിൻ്റെ അടുക്കെ കംപ്ലയിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഈ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുകൂടെ ബാധിക്കുന്നതാണ്. കാരണം പൈസ ഇല്ലാതെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സഭയുടെ, പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസൻ എന്നോട് ചില കാര്യങ്ങൾ ഈ സഭയെക്കുറിച്ച് വളരെ അഭിമാനത്തോടെ പറഞ്ഞു. അദ്ദേഹം മുൻപോട്ട് വെച്ച പല പ്രോജക്റ്റുകൾ, അത് ഈ സഭ 2 കൈയും നീട്ടി നിങ്ങൾ തന്നെ പണം ശേഖരിച്ച് അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനത്തോടെ അദ്ദേഹം എന്നോട് പങ്കുവയ്ക്കുവാനിടയായി. ആ കാര്യങ്ങളെക്കുറിച്ചൊന്ന് പ്രേക്ഷകർക്കൊന്ന് വിശദീകരിക്കാം. ഇവിടെ പലരും പേച്ചെക്ക് ടു പേച്ചെക്ക് ജീവിക്കുന്നവരാണ്. എന്നാൽ ദൈവസന്നിധിയിൽ പാസ്റ്റർ പറഞ്ഞ പോലെ മിഷൻ ഓറിയൻറ്റഡ് ചർച്ച് ആയി മാറിയപ്പോൾ ദൈവം തന്നെ ഫൈനാൻസ് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി. 2022 ചർച്ച് കംപ്ലീറ്റ്ലി പെയ്ഡ് ഓഫായി. അതിന് ശേഷമാണെങ്കിൽ 25ാമത്തെ ഈ വർഷത്തെ സിൽവർ ജൂബിലി അപേക്ഷിച്ച് 25 ഓരോ കാറ്റഗറിയിൽ 25 ഫാമിലീസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് വിഡോസ് ഉണ്ട്, കോളേജ് സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ പാസ്റ്റേഴ്സ് ഉണ്ട്, മിഷൻ വർക്ക് ഫീൽഡുണ്ട്. എല്ലാത്തിനുമുള്ള ഇൻകം വരുന്നത് ചർച്ചിൽ തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മിഷൻ ഓറിയൻറ്റഡ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഒത്തിരി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചർച്ച് മിഷനോട് പോകുന്നത് ദൈവം തന്നെ ഓരോ സൺഡേയിലും നടത്തുന്നു. അതാണ് ചുരുക്കത്തിൽ പറയാൻ വെക്കുന്നത്. നിങ്ങൾ 25ാം സിൽവർ ജൂബിലിയോട് ബന്ധപ്പെട്ട് നടത്തുന്ന പ്രോജക്ട്സിനെ കുറിച്ച് ഒരു മിനിറ്റ് ഒന്ന് പറയുമോ? തീർച്ചയായിട്ടും അത് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സി.വി. ആൻഡ്രൂസ് ആരംഭിച്ച് ഇത്രത്തോളം വളർത്തി വലുതാക്കി ഒരു ദൈവസഭയിൽ വന്ന് ചുമതലയെടുത്തപ്പോൾ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ 2024 ദൈവസഭയുടെ സിൽവർ ജൂബിലി ഇയർ ആണെന്ന് മനസ്സിലാക്കിയത്. അത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ആ വിഷയത്തെ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം എൻ്റെ ഉള്ളത്തിൽ നൽകി തന്ന ആശയങ്ങൾ ഞാൻ ഈ സഹോദരന്മാരുമായിട്ട് പങ്കുവെച്ചു. ദൈവം എൻ്റെ ഉള്ളത്തിൽ നൽകിയ ആശയം ഇങ്ങനെയായിരുന്നു: 25 പുതിയ മിനിസ്ട്രികൾ, മിഷൻ സ്റ്റേഷൻസിനെ സപ്പോർട്ട് ചെയ്യുക ഭാരതത്തിൽ. കാരണം നമുക്കറിയാം, ഭാരതം ഇന്ന് സുവിശേഷ രണാങ്കണത്തിൽ വളരെ പോരാടുന്നുണ്ട്, വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ ക്രൈസ്തവ സാന്നിധ്യമില്ലാത്ത ഇടങ്ങളിൽ ഉള്ള ദൈവദാസന്മാർ വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു. പ്രത്യേകിച്ച് ഞാനൊരു നോർത്ത് ഇന്ത്യൻ മിഷണറി ആയതുകൊണ്ട് എനിക്കത് നന്നായിട്ട് അറിയുവാനായി കഴിയും. അപ്പോൾ അതുപോലെ അതിന് 25 പുതിയ മിഷൻ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുക. 25 വിധവകൾ എന്ന് പറയുമ്പോൾ കർത്തൃദാസന്മാരുടെ ഭാര്യമാർ, അവർ സുവിശേഷ വേലയിലായിരുന്നു. നിർഭാഗ്യവശാൽ പെട്ടെന്ന് അവരുടെ ഭർത്താക്കന്മാർ, അതായത് കർത്തൃദാസന്മാർ, ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു.
അവർ ജീവിതത്തിൽ ഭാരം അനുഭവിക്കുന്നു. അവരെ ഒരു കൈത്താങ്ങൽ കൊടുക്കാനായിട്ട് സഭ വളരെ ആഗ്രഹിച്ചു. അതോടൊപ്പം തന്നെ 25 സ്റ്റുഡൻസ്, കോളേജ് വിദ്യാർത്ഥികൾ, ഒത്തിരി കോളേജ്, ഞങ്ങൾ ആപ്ലിക്കേഷൻ വിളിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് 100 കണക്കിന് ആപ്ലിക്കേഷൻസാണ് ഇവിടെ ലഭിക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നത്. അങ്ങനെ 25 സ്റ്റുഡൻസിനെ അവർക്ക് കൈത്താങ്ങൽ കൊടുക്കുക. 5 വിധവമാരെ, 5 സഹോദരിമാരെ, അതായത് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 5 സഹോദരിമാരുടെ വിവാഹത്തിന് 1,00,000 രൂപ വീതം നൽകി സഹായിക്കുക. ഇങ്ങനെ വിവിധമായ പദ്ധതികൾ ഞങ്ങൾ തയ്യാർ ചെയ്തു. അതോടൊപ്പം തന്നെ 25 സബ് ഡിവിഷനുകളെ സുവിശേഷീകരിക്കുക. ഞങ്ങൾക്ക് ലോക്കൽ ഏരിയയിൽ 25 സബ് ഡിവിഷനുകളെ സുവിശേഷീകരിക്കുക. ഇങ്ങനെയൊക്കെയുള്ളതായ ചില പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഈ സിൽവർ ജൂബിലി സെലിബ്രേഷനോടുള്ള ബന്ധത്തിൽ ആഗ്രഹിക്കുന്നത്. കാരണം കേവലം സഭയ്ക്കകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു ആഘോഷമായിട്ടല്ല, അതിലുപരി കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ, കർത്താവ് ഇത്രയും വിശാലത തന്നിരിക്കുമ്പോൾ അതെല്ലാം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങളാൽ ആവോളമുള്ള ഒരു ഉത്സാഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായി ദൈവസഭയ്ക്ക് ഇടയായത്. കഴിഞ്ഞ മാസം ജൂലൈ മാസം 20-ാം തീയതി കോട്ടയത്ത് വെച്ച് ഒരു പ്രത്യേകമായ സെമിനാർ, ഒരു മീറ്റിംഗ് നടക്കുകയും ആ മീറ്റിങ്ങിൽ വെച്ച് ഈ സഹായങ്ങൾ വിതരണം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകി. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടെ ഞങ്ങൾ ഇപ്പോഴും ചെയ്തു വരികയാണ്. ഞാൻ പെന്തക്കോസ്തിൽ വളരുമ്പോൾ നമ്മുടെ ഇടയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല എന്ന ഒരു കുറവിനെക്കുറിച്ച് നമ്മൾ എന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവസരം ലഭിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും പിന്നിൽ പോയില്ല. പക്ഷേ അതേസമയം നമുക്ക് ഇനിയും ധാരാളം കുഞ്ഞുങ്ങൾ പഠിക്കുവാൻ അവസരമില്ലാതെ ഇരിക്കുന്നവർക്ക് അവസരമൊരുക്കുക എന്ന് പറയുന്നത് ഒരു കുടുംബത്തെ മാത്രമല്ല, ഒരു ദേശത്തെ തന്നെ, ഒരു സഭയെ തന്നെ സ്പർശിക്കുവാൻ കഴിയുമെന്നുള്ളത് വളരെ ആശാവഹമായ കാര്യമാണ്. നിങ്ങളത് ചെയ്യുന്നതിൽ വളരെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളത് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു കാര്യം കൂടെയുണ്ട്. ഇത് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു സഭയാണെങ്കിലും അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ അണ്ടറിലാണെങ്കിലും ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ചർച്ച് ഓഫ് ഗോഡിന് വേണ്ടി മാത്രമല്ല, സഭാ സംഘടന വ്യത്യാസം കൂടാതെ ഞങ്ങളാൽ ആവോളം എല്ലാവർക്കും പ്രയോജനകരമായി തീരണമെന്ന നിലയിലാണ്. ഇതിപ്പം 25 വർഷത്തെ സിൽവർ ജൂബിലിയോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് കൂടാതെ തന്നെ ദൈവസഭ പല മേഖലകളിലുമുള്ളവരെ സഹായിക്കുവാനായിട്ട് കർത്താവ് കഴിഞ്ഞ നാളുകളിൽ കൃപ ചെയ്തു. ഇപ്പോഴും ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ കൗൺസിലിനെ പ്രതിനിധീകരിച്ച് 2 പേരെ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. മോൻസി സാമുവൽ ആൻഡ് മെൽവിൻ തങ്കച്ചൻ. ഞാൻ ഈ 2005 തൊട്ടാണ് ഈ ചർച്ചിൻ്റെ ഭാഗമായിട്ട് ആയിരിക്കുന്നത്. വന്ന സമയം തൊട്ട് പല പൊസിഷൻസും ദൈവത്തിൻ്റെ കൃപയാൽ ആൻഡ്രൂസ് പാസ്റ്ററിനോട് കൂടെ ചേർന്നും എബി പാസ്റ്ററിനോട് കൂടെ ചേർന്ന് ഭാഗമാക്കുവാൻ ദൈവം സഹായിച്ചു. 2022 എബി പാസ്റ്റർ ജോയിൻ ചെയ്തതിന് ശേഷം എബി പാസ്റ്ററും ഞങ്ങൾ കൗൺസിലായിട്ട് ഒത്തൊരുമിച്ച് ഏതൊരു കാര്യങ്ങളും യുനാനിമസ് ആയിട്ട് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുവാനും, എസ്പെഷ്യലി പാസ്റ്റർ സിൽവർ ജൂബിലിയുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞപ്പോഴും ഞങ്ങൾ ഇത്രയും ഒരു ഫൈനാൻഷ്യൽ ഓബ്ലിഗേഷൻ എങ്ങനെ മുന്നോട്ട് പോകും. പക്ഷേ പാസ്റ്റർ പറഞ്ഞു നമ്മളെല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് എടുക്കുക. നമ്മൾ പാസ്റ്ററിൻ്റെ ആ ഒരു മൈൻഡ് സെറ്റ്, ആ ഒരു ലീഡർഷിപ്പ്, ആ കാഴ്ചപ്പാടോടുള്ള ആ ഒരു കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക. അത് എക്സ്പെരിമെൻ്റ് ചെയ്ത് നമ്മൾ പലപ്പോഴും ചേഞ്ച് ഈസ് ഹാർഡ്, പക്ഷേ നമ്മൾ അത് ട്രൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും അതിൻ്റെ ഫലം കാണാൻ കഴിയത്തില്ല. അപ്പം ആ ഒരു മൈൻഡ് സെറ്റോടുകൂടെ മുൻപോട്ട് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ റെഡി ആയപ്പോൾ ഈവൻ ദോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, ഗോഡ് മേക്സ് ഇറ്റ് ഇമ്പോസിബിൾ. അതാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ, നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുമ്പോൾ ദൈവം അതിൻ്റെ സാധ്യതകളെയും ദൈവം അതിൻ്റെ വഴികളെയും തുറന്നു തരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ സഭയെ ഞാൻ ആൻഡ്രൂസ് പാസ്റ്റർ ആണെങ്കിലും ഈ സഭയുടെ ഒരു ദൈവാനുഗ്രഹമാണ് ആൻഡ്രൂസ് പാസ്റ്ററും എബി പാസ്റ്ററും പാസ്റ്റേഴ്സ് എല്ലാം. കാരണം അവരെല്ലാ കാര്യങ്ങളും ഒത്തൊരുമിച്ച് ഓരോ കാര്യങ്ങളും സഭയെ നയിക്കാൻ, കാരണം ഒരു ചർച്ചിനെ നയിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയുള്ള കാര്യമല്ല. പല സ്വഭാവത്തിലുള്ള ആളുകളുണ്ട്, റൈറ്റ്? അപ്പോൾ അവരെ എല്ലാവരും ഒത്തൊരുമിച്ച് പോകുകയെന്ന് പറഞ്ഞാൽ ഒരു വലിയ ദൈവാനുഗ്രഹമാണ്. അപ്പം ഈ സഭയെ വളരെ ഐക്യതയോടെ മുന്നോട്ട് പോകാനും എബി പാസ്റ്ററിനെ ദൈവം സഹായിക്കുന്നു.
കൗൺസിൽ, എക്സിക്യൂട്ടീവ് കൗൺസിൽ, അതുപോലെ തന്നെ സിൽവർ ജൂബിലി കൗൺസിൽ, എല്ലാ കൗൺസിലും ഒത്തൊരുമിച്ച്, അതുപോലെ തന്നെ പല ലീഡർഷിപ്പിലിരിക്കുന്ന മീഡിയ ലീഡർഷിപ്പ്, അതുപോലെ തന്നെ ലേഡീസ് മിനിസ്ട്രി, യൂത്ത് മിനിസ്ട്രി, എല്ലാ മിനിസ്ട്രീസിലുള്ളവരും ഐക്യതയോടെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് അവരുടെ ആ ഏരിയയിൽ, സെൻട്രൽ സ്കൂൾ ഏരിയയിലാണെങ്കിലും അതിനെ എങ്ങനെ ഓപ്പറേഷനിൽ ഇമ്പ്രൂവ് ചെയ്ത് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് മലയാളത്തിലൊരു പറച്ചിലുണ്ട്, കരക്കിരുന്ന് കപ്പലോടിക്കുക എന്ന് പറയും. അപ്പോൾ ഒരു പ്രശ്നവുമില്ല കരയ്ക്കാണെങ്കിൽ. പക്ഷെ വെള്ളത്തിലിറങ്ങിയാൽ ചലഞ്ചസ് ഉണ്ട്, വെല്ലുവിളികളുണ്ട്. എന്നാൽ ദൈവസഭ ഒരിക്കലും ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് ഒരിക്കലും നമുക്കൊരു കാര്യവും ചെയ്യാനായിട്ട് കഴിയത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോൺഫ്ലിക്റ്റിൻ്റെ നടുവിൽ, ചാലഞ്ചസിൻ്റെ നടുവിൽ നമ്മുടെ പാസ്റ്റർ പറഞ്ഞ പോലെ ഒത്തൊരുമിച്ച് പാസ്റ്ററുടെ കൂടെ മറ്റു ലീഡർഷിപ്സിൻ്റെ കൂടെ ഒത്തൊരുമിച്ച് ഒരു കൈ കോർത്ത് പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നു. അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൻ്റെ ഒരു സക്സസ് പോയിന്റിലോട്ട് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ചർച്ചിൻ്റെ പല ഔട്ട്റീച്ച് പ്രോഗ്രാംസ്, അതിനെല്ലാം പാസ്റ്ററിൻ്റെ കൂടെയും മറ്റുള്ള ലീഡർഷിപ്സിൻ്റെ കൂടെയും ഒത്തൊരുമിച്ച് ഞങ്ങളുടെ കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാം പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ കമ്മിറ്റി പാസ്റ്റർമാർക്കൊരു തലവേദനയാകാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല എന്നുള്ളത് ഓർത്ത ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ എല്ലാം സഹകരണത്തിനും നിങ്ങളുടെ വിനയത്തിനും നിങ്ങൾ കർത്താവിൻ്റെ ദാസന്മാരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നത് വളരെ അനുഗ്രഹീതമായ ചിന്തയാണ്. അടുത്തതായിട്ട് 3 പേരെ കൂടെ നാം പരിചയപ്പെടുവാൻ പോവുകയാണ്. ട്രസ്റ്റീസ് ബ്ലസൻ ആൻഡ്രൂസ്, തോമസ് ചാക്കോ ആൻഡ് ബെൻസി വർഗീസ്. ബ്ലസനെ എനിക്ക് വളരെ കാലമായിട്ട് പരിചയമുണ്ട്. അനുഗ്രഹീതനായ ഒരു മ്യൂസിഷ്യനാണ്, വർഷിപ്പ് ലീഡറാണ്. ഈ സഭയ്ക്കൊരു അനുഗ്രഹമായിരിക്കുന്നു. വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? എസ്പെഷ്യലി യു ആർ എ PK, pastor's kid. Many young people wanted to run away, especially from pastor's family. What is your experience? Yeah, I'm a pastor's son and the son of a pretty famous pastor that everyone knows. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, it's what my parents, not just what they taught me, പക്ഷേ how they led their life. Amen. Yeah, so I am in the seat that I'm in because I still remember my mom who was on her knees praying for me at the late hours of the night. Amen. And that's it's the foundation of that prayer that led to the success of their ministry, and I would say led to the success of their children. Amen. And that's why I'm sitting in the seat that I'm in. I do have a secular job that I do, and I'm extremely busy with that. But what kind of work you do? I work for a medicine company, and I lead an organization there. But outside of that, I also know that God has entrusted Joyce and I with 3 children. And the faith that my dad and mom has instilled in us, the faith that my father-in-law and mother-in-law instilled in my wife, that needs to continue down in the generations. And so we are active in Atlanta Church of God because it has a history of building up leaders. My father had that vision, and I'm so glad to see a succeeding pastor that has a vision that's even greater than the one that my father had. When Elisha came after Elijah, he had doubled the portion. In the same way, I see a pastor in our church that has doubled the portion of what God had entrusted with my father in founding this church and bringing this church to this point. And so I see my children active in this church, and all the parents that are here in this seat, and many that was not able to be here today, their children are engaged in this church, very active in this church. And what we want to see is not just kids up on stage or active, but that their faith is growing and their foundations of faith remain strong. Because it's not about being in this church. It's when you go outside these walls, how you can stand up for the faith that you believe in. That's what's really going to matter. And that's where the Sunday school, the pastors, how they have built up this families, it's standing strong today because of that.
And so that's been my experience, not just for my family, but also from the church that I attended. What I see in many of the young people's life is that when they come inside the church, they have a certain way of doing things. Yeah. Right outside the walls, Yeah. they are totally different personalities. So it's a dual personality problem. Yeah. What is your solution for not to be like that? Rather be integral about your spiritual part and also your secular life. See, we have to understand that we do not wrestle with flesh and blood, right? Whether it is us, our children, and it's not just about young people, it's every individual can have dual personalities, outside and inside. And so once you understand who you're fighting against, then you have to be in the spirit, in the presence of God, praying and fighting for us and our children. And what Litty Andy said earlier today is the chain prayers that happen here, right? The prayers, I think, are being the foundation for us to protect. We can't completely control that, right? We can't, like, we are human beings. We are going to make mistakes. And what I've seen in this church is when people make mistakes, we put our arms around them. Amen. And we bring them together in unity so that we can actually lead them back to Christ. Mm-hmm. Young people will make mistakes. Adults will make mistakes. Yes. And we, just like Jesus forgive them, we forgive them, but we have to hold our hands together and bring them forward. Jesus is the perfect example for that. When in the crucial moment of his ministry, his favorite apostle follower said, I never knew this man. Yeah. But Jesus put his hand on him, put him closer to him, and he said, I will never going to go back again. That is the proof that we have in the Word of God. Binoy, what is your experience being here in this church? ഞാൻ നാട്ടിൽ ജനിച്ചു വളർന്നത് തന്നെ ഒരു പെന്തക്കോസ് കുടുംബത്തിലാണ്. അപ്പം അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് പൊതുവെ ചർച്ചകളുള്ള കാര്യങ്ങളെല്ലാം കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ ആദ്യം എടുത്ത തീരുമാനം ഞാനൊരു മലയാളം ചർച്ചിൽ പോകില്ല എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം 10 വർഷത്തോളം ഇംഗ്ലീഷ് ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ വളരെ ഹാപ്പിയായിരുന്നു, വളരെ സന്തോഷമായിരുന്നു. പക്ഷേ ഇവിടെ വന്നത് നമ്മുടെ ആൻഡ്രൂസ് പാസ്റ്റർ വഴിയാണ്. ഇവിടെ വന്നപ്പോൾ മുതൽ നമുക്കൊരു ഹോംലി ഫീല് നമുക്കുണ്ട്. നമ്മുടെ എന്താവശ്യങ്ങൾക്കും നമ്മളോട് കൂടെ നിൽക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും നമ്മുടെ സന്തോഷത്തിലാണെങ്കിലും ദുഃഖത്തിലാണെങ്കിലും എളുപ്പം അവർ സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് സ്റ്റെപ്പ് ഇൻ ചെയ്ത് നമുക്ക് വേണ്ടി കൂടെ നിൽക്കുന്ന ഒരു സമൂഹം നമ്മളിവിടെ ഉണ്ട്. അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയത്. കഴിഞ്ഞ 16 വർഷമായിട്ട് ഞങ്ങളിവിടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ബോർഡ് ഓഫ് ട്രസ്റ്റീസിൻ്റെ ഭാഗമാണ്. അപ്പം ഈ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഹൈറാർക്കി ഒന്ന് പറയുകയാണെങ്കിൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസാണ് ബേസിക്കലി പ്രോപ്പർട്ടി മാനേജ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. ഗവൺമെൻറ് കോൺട്രാക്ട്സും അതും ഇതൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. കൗൺസില് ചർച്ചിൻ്റെ അഡ്മിൻ കാര്യങ്ങൾ പാസ്റ്ററോടൊപ്പം നിന്ന് ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും പാസ്റ്ററുടെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ ഹൈറാർക്കി ചർച്ച് ഓഫ് ഗോഡിൻ്റെ മെയിൻ ഓഫീസിൽ നിന്നുള്ളതാണ്. അവിടെ തൊട്ടാണ് ഹൈറാർക്കി തുടങ്ങുന്നത്. ഞങ്ങൾ സ്ട്രിക്ട്ലി ചർച്ച് ഓഫ് ഗോഡിൻ്റെ ബൈലോ മിനിറ്റ്സ് ഫോളോ ചെയ്യുന്ന ഒരു ചർച്ചാണ്. നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ബൈലോ ഒന്നുമില്ല. എല്ലാം ഫോളോ ചെയ്യുന്നത് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ബൈലോ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പല കോൺഫ്ലിക്ട്സും കാര്യങ്ങളും ഇവിടെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. 10 വർഷത്തോളം ഇംഗ്ലീഷ് ചർച്ചിൽ പോയിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഒരു മലയാളം ചർച്ചിൽ, പ്രത്യേകിച്ച് അറ്റ്ലാന്റ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഭാഗമായി. വാട്ട് വാസ് ദ ഡിഫറൻസ് യു ഫെൽറ്റ്? മെയിൻ ഡിഫറൻസ് ഈസ് ദാറ്റ് നമുക്കൊരു ഹോംലി ഫീല് കിട്ടുന്നു എന്നുള്ളതാണ്. പാസ്റ്റർ വിളിച്ചുകൊണ്ട് വന്നതാണോ? ഇല്ലില്ല, പാസ്റ്റർ എന്നെ ഒത്തിരി വിളിച്ചു. ഞാനൊരു 2 വർഷത്തേക്ക് ഇങ്ങോട്ട് വന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് എൻ്റെ വൈഫിൻ്റെ പേരൻസ് വന്നു. അപ്പം പാസ്റ്റർ അങ്ങനെ ആരെയും ഒഴിവാക്കുന്ന കൂട്ടത്തിലല്ല. ആരെങ്കിലും കൈ കിട്ടിയാൽ മിക്കവാറും ഒക്കെ ഇങ്ങ് പോരാനാ സാധ്യത. പക്ഷേ ഒരു 2-3 വർഷത്തോളം പാസ്റ്റർ ട്രൈ ചെയ്തിട്ടാണ് പിന്നാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. അനുഗ്രഹമായെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അന്ന് മുതൽ ഞാൻ ഈ ചർച്ചിൻ്റെ ആക്റ്റീവ് പാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നു. ബിൽഡിങ്ങിൻ്റെ പ്രൊജക്ട് മാനേജറായിരുന്നു.
അത് കഴിഞ്ഞിട്ട് പല പൊസിഷനിലും സെർവ് ചെയ്തിട്ടുണ്ട്. ട്രഷററായിരുന്നു, ഇപ്പം ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ആയിരിക്കുന്നു. നാട്ടിലെ ഏത് ഡിനോമിനേഷനിലായിരുന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയാതിരിക്കുന്നതായിരിക്കും. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഓർഗനൈസേഷൻ, ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഓർഗനൈസേഷൻ, ഐ എം റിയലി ഇംപ്രസ്ഡ് വിത്ത് ദാറ്റ്. പാസ്റ്റർക്ക് ഫുൾ കൺട്രോള് ഉണ്ട്. പാസ്റ്റർക്ക് ഇവിടെ ടൈമും ബൗണ്ടറീസ് ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ശുശ്രൂഷയിലും നേതൃത്വത്തിലും പൂർണ്ണ സ്വാതന്ത്ര്യം പാസ്റ്റർക്കുണ്ട്. ഒരു ടൈം ലിമിറ്റ് ഇല്ലാത്തത് കൊണ്ട് ഒന്നും പാസ്റ്റർക്ക് ഈ ചർച്ചിൻ്റെ ഒരു ഭാഗമാണ്. ഇനിയും 2 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകേണ്ടതാണല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകേണ്ടത്, ആ ഒരു ഫീല് പാസ്റ്റർ, ഞാൻ പ്രീവിയസ് നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു ഫീല് ഒരു പാസ്റ്റർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. കുറച്ച് പേര് ഗ്രൂപ്പ് ആകുന്നു, അങ്ങനെ ഒന്നും ഒരു പാസ്റ്ററെ പ്രഷർ ചെയ്യേണ്ട ഒരു പ്രശ്നവും ഈ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ചർച്ചകളിൽ ഉണ്ടാകാറില്ല. നിശ്ചയമായിട്ടും അങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ വളരെ നന്ദി. ഈ സഭയുടെ പേരിൽ ഞാൻ പറയുന്നു, ഒരു ദൈവദാസൻ എന്ന നിലയിൽ പറയുന്നു. ഞാനും കുറച്ചു കാലം ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഭാഗമായിരുന്നു. എനിക്ക് ആ ശുശ്രൂഷകളെക്കുറിച്ചും കൃത്യമായ ബോധ്യമുണ്ട്. അതിന് വിപരീതമായി പോകുന്ന മലയാളി സഭകളെയും എനിക്കറിയാം. അതിൻ്റെ പ്രശ്നങ്ങളും അവർ നേരിടാറുണ്ട്. നിങ്ങൾ ഈൽഡ് ചെയ്യുവാൻ, ലീഡർഷിപ്പിന് ഈൽഡ് ചെയ്യുവാൻ നിങ്ങൾ കാണിക്കുന്ന സന്മനസ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അറ്റ്ലാന്റ ദൈവസഭയുടെ നേതൃത്വത്തെയാണ് നാം പരിചയപ്പെട്ടുകൊണ്ടിരുന്നത്. അതിലൊരാളാണ് ബ്രദർ ഫിലിപ്പ് തോമസ്. അദ്ദേഹം ഈ സഭയുടെ സജീവ അംഗവും ഈ സഭയുടെ ആത്മീകവും ഭൗതികവുമായ കാര്യങ്ങളിൽ വേണ്ട നേതൃത്വവും ആലോചനയും ഒക്കെ നൽകുന്നതിൽ മുൻപന്തിയിലാണ്. അദ്ദേഹത്തെയാണ് നാം പരിചയപ്പെടുന്നത്. എങ്ങനെ ഈ സഭയുടെ ഭാഗമായി, ഈ സഭയുടെ ഒരംഗമായി വന്നതിൽ താങ്കൾക്കുള്ള അനുഭവങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാമോ? അടിയൻ ഇവിടെ കടന്നു വന്ന സമയം തൊട്ട് ഈ സഭയുടെ ഗ്രോത്തിന് വേണ്ടി ഇൻവോൾവ് ആകുവാൻ ദൈവം അടിയനെ സഹായിച്ചു. എൻ്റെ പേരൻസും നാട്ടിൽ ചർച്ചിന് വേണ്ടിയും ചർച്ചിൻ്റെ ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങൾക്കെല്ലാം ഒത്തിരി ഇൻവോൾവ് ആയിരുന്നു. അതുപോലെ ആ ഒരു അനുഭവം കണ്ടു വളർന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇവിടെ വന്നും അതേ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാനും പാസ്റ്റർ സി വി ആൻഡ്രൂസിൻ്റെ കൂടെ നിന്ന് പല കാര്യങ്ങളും ചെയ്യുവാനും, അതുപോലെ തന്നെ അനുഭവം എന്ന് പറയുമ്പോൾ അടിയൻ്റെ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയും ഈ സഭ വളരെ അനുഗ്രഹമായിരുന്നു, സപ്പോർട്ടീവായിരുന്നു. അടിയൻ്റെ ഫാമിലിയിലുള്ളിൽ പല പ്രയാസങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഈ സഭ അടിയൻ ഫാമിലിയുടെ കൂടെ നിന്ന് അടിയങ്ങളെ വളരെ രീതിയിൽ സപ്പോർട്ട് ചെയ്യും, സഹായിക്കുകയും ചെയ്തു. കഴിഞ്ഞ 25 വർഷത്തെ അനുഭവങ്ങൾ ചുരുക്കം ചില മിനിറ്റുകളിൽ, ചുരുക്കം വാക്കുകളിൽ പറയുക അസാധ്യമാണ്. നമ്മളിവിടെ പല കാര്യങ്ങളും അപൂർണമാണ്, നമ്മളിവിടെ പങ്കുവെച്ച പല കാര്യങ്ങളും. അവസാന വാക്ക് പറയുവാൻ പാസ്റ്റർ എബി മാമൻ. കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്ന ഒരു സഭ, അതാണ് ഞങ്ങളുടെ ദർശനം. സഭയുടെ എണ്ണം പെരുകുന്നു എന്നുള്ളതിനേക്കാൾ ക്വാളിറ്റിയുള്ളൊരു സഭ, ഗുണമേന്മയുള്ള ഒരു സഭ എന്ന് പറഞ്ഞാൽ, സഭയെന്ന് പറയുന്നത് ഈ കാണുന്ന 4 ചുവരുകളല്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ ഇവിടെ ആരാധിക്കുന്ന ദൈവമക്കളാകുന്നതുകൊണ്ട് ഞങ്ങളുടെ സഭയെന്ന നിലയിൽ ഉള്ള കർത്താവ് എൻ്റെ ഉള്ളത്തിൽ തന്നൊരു ദർശനം, സഭ വളരുക എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലും, ഓരോ വ്യക്തിയും, ഓരോ കുടുംബവും ആത്മീകമായി വളരുക, ഒരുമിച്ച് നിൽക്കുക, ഒരു കുടുംബം എന്ന വണ്ണം സഭ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിനോടൊപ്പം കർത്താവ് ഞങ്ങൾക്ക് തരുന്ന റിസോഴ്സസ് ഉപയോഗിച്ച് ഞങ്ങളാൽ ആവോളവും സുവിശേഷീകരണത്തിൽ ഏതെല്ലാം നിലകളിൽ പങ്കാളിത്തം വഹിക്കാൻ പറ്റുമോ ആ നിലകളിലെല്ലാം. എൻ്റെ പേര് പാസ്റ്റർ എബി മാമൻ, എൻ്റെ വൈഫ് ലിറ്റി മാമൻ. ഇവിടെയെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ അറ്റ്ലാന്റ പ്രദേശത്തും അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇന്ത്യയിലും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ സുവിശേഷീകരണത്തിൻ്റെ പങ്കാളികളാകും. ഉദാഹരണമായി പറഞ്ഞാൽ, എല്ലാ മാസവും ഞങ്ങൾ 100ഓളം കുടുംബങ്ങളെ, അതായത് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ലോക്കലിലുള്ള 100ഓളം കുടുംബങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന 3 ആഴ്ചയോളം അവർക്ക് കഴിക്കാൻ ആവശ്യമായിരിക്കുന്ന ഫുഡ് റോ മെറ്റീരിയലായിട്ട് ഞങ്ങളിവിടെ എല്ലാ 3rd സാറ്റർഡേയിലും സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട്
അങ്ങനെയുള്ള കുടുംബങ്ങൾ ഇവിടെ വരികയും അവർ വാങ്ങിക്കുകയും ചെയ്യുന്നു. എന്നാൽ കേവലം അവർ അത് വാങ്ങിക്കൊണ്ട് പോകുക എന്നുള്ളതിലുപരി ആ വരുന്ന കുടുംബങ്ങളോട് യേശുവിനെക്കുറിച്ച് പറയാൻ, യേശുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കിടയാകുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ദൈവദാസൻ, ഞങ്ങൾക്കിവിടെ ഞങ്ങളിരിക്കുന്ന ഈ 2-3 ദൈവദാസന്മാരെ കൂടാതെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ ഡാനിയൽ, കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡേവിഡ് സ്കറിയ, കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മാത്യു ചെറിയാൻ, കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെയ്മോൻ യോഹന്നാൻ, ഈ ദൈവദാസന്മാരുണ്ട്. ഇവരെല്ലാവരും, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടു പോകുന്നത്. ഈ ദൈവദാസന്മാരുടെയൊക്കെ സഹായങ്ങളിലൂടെ ഞങ്ങൾ ഇവരുമായിട്ട് സുവിശേഷം പങ്കുവയ്ക്കുകയും അവർ പലപ്പോഴും കരഞ്ഞുകൊണ്ട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ മറുപടികൾ, അല്ലെ അവർക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിൽ നിന്ന് ലഭിച്ച വിടുതലുകളെക്കുറിച്ചൊക്കെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ ഞങ്ങൾ ഇവിടെ ഹോംലെസ് ആയിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഏകദേശം 500ഓളം വ്യക്തികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം മാസത്തിൽ 1 പ്രാവശ്യം കൊടുക്കാൻ മറ്റൊരു ഓർഗനൈസേഷനുമായി ചേർന്ന് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ സുവിശേഷ വേലയുടെ ഭാഗമായി ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ തന്നെ വ്യക്തിപരമായിട്ടുള്ള സുവിശേഷീകരണം, പേഴ്സണൽ ഇവാഞ്ചലിസത്തിനും ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നു. അല്പം മുൻപ് ഞങ്ങളുടെ പ്രിയ സഹോദരൻ സുനിൽ ഓർപ്പിച്ചതുപോലെ ഈ മെൻസ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് കൂടി വന്നു പോകുന്ന ഒരു കാര്യമായിട്ടല്ല, അതിലുപരി പരസ്പരം വളർത്താനായിട്ട്, എൻകറേജ് ചെയ്യാനായിട്ട്, കൈത്താങ്ങൽ കൊടുക്കാനായിട്ട് കഴിയുന്ന ഒരു ഫെലോഷിപ്പായിട്ടാണ് അത് വളർന്നുകൊണ്ടിരിക്കുന്നത്. സഹോദരി ഓർപ്പിച്ചതുപോലെ സഹോദരിമാരുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഒരു വലിയ ആത്മീക നവോത്ഥാനത്തിന് ഈ കാലഘട്ടങ്ങളിൽ ദൈവസഭയ്ക്ക് ഇടയായിക്കൊണ്ടിരിക്കുന്നു എന്നതോർത്ത് അഭിമാനിക്കാൻ, ഈ കുറഞ്ഞ 1.5 വർഷം മാത്രമേ ആയുള്ളൂ ദൈവസഭയിൽ വന്ന് ചാർജ് എടുത്തിട്ടെങ്കിലും ഈ ഒരു കാലഘട്ടത്തിനകത്ത് ഇത്രത്തോളം ഇടയായി. അത് ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. ഞങ്ങളുടെ പ്രത്യാശ കർത്താവിൻ്റെ വരവ് താമസമായാൽ വരും ദിവസങ്ങളിൽ അറ്റ്ലാന്റ ചർച്ച് ഓഫ് ഗോഡ് ദേശത്തെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായി മാറുകയും അനേക വ്യക്തികൾക്ക് ഈ ദൈവസഭ ഒരു ആശ്വാസമായും അനുഗ്രഹമായും മാറും എന്ന് തന്നെയാണ്. അത് സംഭവിക്കട്ടെ. ഇതിലൂടെ ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർ ആരെങ്കിലും ഈ പ്രദേശത്തുണ്ടെങ്കിൽ അവരെയും ഞങ്ങൾ ഈ ദൈവസഭയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വേറെ ഏതെങ്കിലും ദേശങ്ങളിൽ കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ ഈ ദേശത്തുണ്ടെങ്കിൽ അവരെ പരിചയപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ പരിചയപ്പെടുത്തുവാനായി കഴിയും. ആ നിലകളിലെല്ലാം ഞങ്ങൾ അവരെ ടേക്ക് കെയർ ചെയ്യാൻ, ചേർത്ത് നിർത്താൻ, ബ്രദർ ബ്ലസൻ ഓർപ്പിച്ചതുപോലെ ഞങ്ങൾ ദൈവസഭയുടെ ഒരു പ്രത്യേകതയാണ് അവരെ ചേർത്ത് നിർത്തുക, ചേർത്ത് പിടിക്കുക, അവരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുക. ഇതെല്ലാം ചെയ്തുകൊണ്ട് പോകുവാൻ കർത്താവ് സഹായിക്കുന്നു. ഇതിനെല്ലാം മുഖാന്തരമായി തീർന്നത് ഈ ദൈവസഭയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ CV ആൻഡ്രൂസ്, അദ്ദേഹത്തിൻ്റെ ദർശനമാണ്. ആ ദർശനത്തിൻ്റെ പിന്തുടർച്ച മാത്രമാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്നാണ് എനിക്ക് പറയുവാൻ കഴിയുന്നത്. അതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. എന്നെ ഈ ദേശത്തേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹം ഈ ശുശ്രൂഷ എന്നെ ഏൽപ്പിക്കുകയായിരുന്നു. അതിലെനിക്ക് അദ്ദേഹത്തോട് വളരെയധികം നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. കാരണം അദ്ദേഹം വലിയൊരു മാതൃകയാണ് കാണിച്ചത്. പെന്തക്കോസ്ത് സമൂഹത്തിനൊരു വലിയ മാതൃകയാണ് കാണിച്ചത്. കാരണം ഇത്രയും വർഷം അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ദൈവസഭയെ താന് പൂർണ്ണമായും അതിൻ്റെ ചുമതല വിട്ടുകൊടുത്തിട്ട് ശുശ്രൂഷ കാര്യങ്ങളിലോ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിലോ ഒന്നും ഇടപെടാതെ അത് മുഴുവനും ഉത്തരവാദിത്തങ്ങളും എളിയവനായി എന്നെ ഭരമേൽപ്പിച്ചിട്ട് പ്രിയ കർത്താവിൻ്റെ ദാസൻ മാറി നിന്നിട്ട് ആവശ്യമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടു പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു എല്ലാവർക്കും, എല്ലാ ശുശ്രൂഷകന്മാർക്കും മാതൃകയാക്കുവാൻ കഴിയുന്ന ഒന്നാണ് എന്ന് പറയാതിരിക്കാനും കഴിയത്തില്ല. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ CV ആൻഡ്രൂസിനെ കുറിച്ച് അനുസ്മരിച്ചല്ലോ. തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളെ നടത്തിയവരെ ഓർത്ത് അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ പിന്തുടരുവാൻ ഒരു പ്രബോധനം നമുക്ക് വായിക്കാൻ കഴിയും. നമ്മുടെ മുൻപിൽ നിന്ന് നമുക്ക് വേണ്ട നേതൃത്വവും പ്രാർത്ഥനയും പ്രേരണയും പ്രോത്സാഹനവും ഒക്കെ നൽകിയവരെ മറക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും അത് അനുഗ്രഹമായിരിക്കുകയില്ല എന്നുള്ളത് സത്യമാണ്. പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ സഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു സംക്ഷിപ്ത വിവരണം നിങ്ങൾ കേട്ടു. ഈ സഭയുടെ അനുഗ്രഹീതമായ മുന്നേറ്റത്തിനായി നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ AB ഓർപ്പിച്ചതുപോലെ
നിങ്ങളുടെ പരിചയത്തിൽപ്പെട്ട ആരെങ്കിലും ഒരു ആത്മീയ കൂട്ടായ്മ ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ ദാസന്മാരോട് ഇവിടെയുള്ള നേതൃത്വത്തോടൊക്കെ ബന്ധപ്പെടുവാൻ നിങ്ങൾക്ക് കഴിയും. അത് അവർക്കും ഈ സഭയ്ക്കും അനുഗ്രഹമായി തീരുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. നിശ്ചയമായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഈ സഭയുടെ പേരിൽ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ആശീർവദിക്കുമാറാകട്ടെ.